സാർ ബുക്ക്. സത്യം പറ, ഇതാരാ എഴുതിയത്? സാറേ ഞാൻ തന്നെ എഴുതി. നീയാണോ എഴുതിയത്? ഞാൻ ഈ പണി തുടങ്ങിയിട്ട് വർഷം കുറെ ആയി. നിന്റെ വേലത്തരങ്ങളൊന്നും എന്നോട് വേണ്ട. ആദ്യം കുറെ പേജ് ഒരു കൈയക്ഷരം, പിന്നെ കുറെ പേജ് മറ്റൊരു കൈയക്ഷരം, അവസാന ഭാഗം ഇതൊന്നും അല്ലാത്ത കുറെ കൈയക്ഷരം. സത്യം പറയടാ, ഇതാരാ എഴുതിയത്? അയലത്തുള്ള ഒരാൾ. ഓഹോ, നിന്റെ അയലത്തുള്ള ഒരു റെക്കോർഡ് ബുക്ക് എടുത്ത് ടെൻഡർ പിടിച്ചിരിക്കുകയാണോ? നീ പ്രാക്ടിക്കലും ചെയ്യേണ്ട പരീക്ഷ എഴുതണ്ട. സാറേ അത് വൃത്തിയായിട്ട് തെറ്റില്ലാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാ നീ DTP എടുത്തോട്ട് വരാൻ ഞാൻ നല്ല വൃത്തിയായിരുന്നല്ലോ. സത്യം പറ, ഇതാരാ എഴുതിയത്? സത്യം പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. അത് നമ്മള് സൈറയും അനു ബിന്ദുജയും കൂടെ. സൈറ, അനു, ബിന്ദുജ എടുത്തോട്ട് പോടാ. എന്താ സാറേ ഇത്? ഈ ബുക്സും ആഹാരമൊന്നും ഇങ്ങനെ അറിയാനുള്ളതല്ല സാറേ. ഇങ്ങനെയൊക്കെ മനസ്സിലാക്ക്. കഷ്ടം. സാറ് ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, സാറ് ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതൊന്ന് നോക്കി കണ്ട നോക്ക്. കണ്ട, ആദ്യം കുറെ കൈയക്ഷരം ഒരാളുടെ, പിന്നെ കുറെ കൈയക്ഷരം മറ്റൊരാളുടെ. ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാനിത് വലിച്ചെറിയണോ ഒപ്പിട്ട് കൊടുക്കണോ? അല്ല സാറ് പറ. സാർ എന്തൊരു പരിഹാരം കണ്ടത്? അവൻ്റെ എക്സാം എടുത്തു. അവര് സാറേ ഈ ശരിക്കും എഴുതിക്കൊണ്ട് വന്ന പിള്ളേരൊക്കെ മണ്ടന്മാരാണോ? സാറിനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം എന്തോ എന്നാ കൊണ്ടുപോയിക്കോ. മേലാൽ ഇത് കൊണ്ട് ഇതിനകത്ത് കയറിയേക്കരുത്. പോയിക്കോ. ഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണോ നിന്റെ വിചാരം? എന്ത് മണ്ടത്തൂരൊക്കെ സാറി കാണിക്കണേ. അവനൊരു തുണ്ട് കടലാസിൽ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താണ്ടല്ല സാറ് ജയിലിൽ പോവും. ചാകത്തില്ല സാറേ. കൃത്രിമം കാണിക്കാൻ ബുദ്ധിയുള്ളവൻ ഒരിക്കലും ഈ ആത്മഹത്യ എന്ന് പറയുന്ന മണ്ടത്തരത്തെ കുറിച്ച് ചിന്തിക്കത്ത പോലുമില്ല. സാറിനോടൊന്നും പറഞ്ഞാൽ ഒരു ഒത്തിരി മനസ്സിലാവില്ല. എന്താ പറയപ്പേ? അല്ല, സാറിനല്ലെങ്കിലും ഈ ആത്മഹത്യ, പ്രണയഭംഗം, വിഷാദാത്മകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മനസ്സിൽ വരൂ. നിങ്ങൾ മലയാള അധ്യാപകരല്ലേ? ഞാൻ മലയാള അധ്യാപകനാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും വാങ്ങിക്കുന്ന ശമ്പളം എന്നാ. ഞാനതേ കാര്യം പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഫിസിക്സ് ശരിക്ക് അറിയാവുന്ന ഒരു അധ്യാപകനുണ്ട്. ഞാൻ അദ്ദേഹത്തെ സാറിന് പരിചയപ്പെടുത്തരാം. സാറ് ഈ ഫിസിക്സ് ശരിക്ക് പഠിക്കും. ഫിസിക്സ് ശരി പഠിക്കാൻ എന്നിട്ട് പഠിപ്പിക്കുക പിള്ളേർ. അല്ല, നിങ്ങൾ ഈ ഭാഷാ അധ്യാപകരോട് സംസാരിച്ചാൽ ശരിയാവത്തില്ല. ശരിയാവില്ല, എനിക്കറിയാതെ. ചുമ്മാ പഠിപ്പിക്കാനും അറിയില്ല. രണ്ട് വന്ന കുട്ടികളുടെ മക്കിട്ട് കയറാതെ തന്നെ. എന്റെ കുമാരേട്ടാ ഒന്ന് പറ. എനിക്ക് അറിഞ്ഞൂടാന്ന് ഞാൻ പറഞ്ഞില്ലയോ? പ്രിൻസിപ്പളിന്റെ എല്ലാ കാര്യം അറിയാന്നുള്ള കുമാരേട്ടൻ ഈ കാര്യം മാത്രം അറിഞ്ഞൂടെ? എന്റെ കൊച്ചുങ്ങളെ എന്നോട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു. എന്തിനാ ഏതിനാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അതൊക്കെ ചുമ്മാതാ. കുമാരന്റെ കാര്യം എന്താണെന്ന് അറിയാം. കുമാരേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പൊ ഏതാണ്ടോ കുഴപ്പം 3 പേരോട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലയോ? ചെല്ല് പ്രിൻസിപ്പലിന്റെ മുറിയിലോട്ട് ചെല്ല്. അവൻ നിങ്ങൾ ആര്? കേൾവി കുറവട്ടാ. അവൻ നിങ്ങൾ ആരെന്ന്? അതെങ്ങനെ തുറന്നു പറയും സാറേ? അവന്റെ പല സഹായങ്ങളും ഇവർക്ക് ഉണ്ടാവും. ഇങ്ങനെ വേണമെങ്കിലേ പബ്ലിക് എക്സാമിനേഷന്റെ തിയറി പേപ്പർ നിങ്ങൾ അവന് എഴുതി കൊടുക്കുമല്ലേ? സാറേ, ഇങ്ങനെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവരുടെ 3 പേരുടെയും രക്ഷകർത്താക്കളെ വിളിപ്പിക്കണം. ഇവിടെ നടന്ന സംഭവങ്ങൾ അവരോട് അറിയട്ടെ. അയ്യോ പാവ രക്ഷകർത്താക്കൾ. അവരെന്ത് വഴച്ച് കഷ്ടപ്പെട്ട് കോളേജിൽ അയക്കല്ലേ പാപ്പിക്കാൻ വേണ്ടി? കാര്യങ്ങൾ അവരോട് അറിയട്ടെ സാറേ. മക്കള് തരം താന്ന പണി ആ കോളേജിൽ കാണിക്കുന്നതെന്ന് അവർക്കൂടെ ബോധ്യം വരണമല്ലോ. സാർ ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കില്ല സാർ. സാറേ, ഞാനിത് കണ്ടുപിടിക്കാതെ ഒപ്പ് സീലും വെച്ചിരുന്നെങ്കിലോ? ഈ കോളേജ് മുഴുവൻ നടന്ന് പാടിയാണ്. അത് മാത്രമാണോ? എക്സ്റ്റേണൽ വരുന്ന അധ്യാപകൻ ആ റെക്കോർഡ് ബുക്ക് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അയാളുടെ മുമ്പിൽ ആരാ നാറുന്നത്? ഞാനല്ലേ നാറുന്നത്? സാർ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാ. ആണോ? ഇതിനകത്തൊന്നും പറയാൻ പറ്റൂല. അവത്ത് ആർക്കും പറ്റും. എനിക്ക് പറ്റും, സാറിനും പറ്റും. ഈ അബദ്ധത്തിന് പറയണതാണ് കറപ്ഷൻ. ഇത് സസ്പെൻഡ് ചെയ്താലേ പറ്റും. സാർ സോറി സാർ. സാർ പ്ലീസ് സാർ സോറി. നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യില്ല. കരയാതെ. മേലാൽ ഈ കുരുത്തക്കേട് കോളേജിൽ ആവർത്തിക്കരുത്. പെൺകുട്ടികളായോട്ട് ഞാൻ ഇപ്രാവശ്യം ക്ഷമിച്ചേക്കാണ്. ക്ലാസ്സിൽ പോ. താങ്ക് യു സാർ. താങ്ക് യു. പോ.
അല്ല സാറെന്താ അവരെ വെറുതെ വിട്ടത്? പിന്നെ ഞാൻ അവരെ പിടിച്ച് ജയിലിൽ കിടണം, അതാ ജീവപര്യത്തിന് ശിക്ഷിക്കണം. അത് സാർ അവരെ ശിക്ഷിച്ചില്ലല്ലോ. പൊന്നു സാറേ, ഇത് പഴയ കാലമൊന്നുമല്ല. സാർ റോട്ടിൽ ഇറങ്ങുമ്പോൾ ആ പിള്ളേരെ ബന്ധുക്കളെ സഹോദരങ്ങളെ സാറിനെ പിടിച്ചെടുത്തിട്ട് ഇടിയും. അതാണ് നിന്ന് കൊള്ളേണ്ടി വരും. അത് എനിക്കും കിട്ടും. ശിക്ഷിക്കണം പോലെ. ഇയാൾക്കൊരു പ്രാക്ടിക്കലി ഉണ്ട്, റെക്കോർഡ് ബുക്ക് ഉണ്ട്. ആ പാടെ റെക്കോർഡ് ബുക്കിന് 10 മാർക്കാണ് കിട്ടുന്നത്. കായുള്ളവൻ്റെ വീട്ടിലെ പിള്ളേർ വെളിയിൽ പൈസ കൊടുത്ത് വരപ്പിക്കും. ഇല്ലാത്ത ഭാഗങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ട് ഇവിടെ വരും. അതിന് ഇയാൾക്ക് എത്ര തിളപ്പന്താണ് ഇയാൾക്ക് തടിയെ. ഉറങ്ങിയിട്ട് 3 മാസമായി. ടെൻഷൻ 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 തന്നെ. എന്തിനാടി ഓഫീസിൽ വിളിപ്പിച്ചേ? 3 കൂടെ എഴുതിയ റെക്കോർഡ് സാറ് പിടിച്ചല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോണ്ടാന്ന്. നീ ഇപ്പം അനുഭവിച്ചോ? ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞോ എന്തോ പിടിച്ച കാര്യം? ഞാൻ ആരോടൊന്നും അറിയിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാവരും അറിയും. എങ്ങനെ അറിയും? സാറിന്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കുമ്പോൾ സാർ ഇത് എല്ലാവരുടെ പറയും. ഇടി എമിലി, നീ ഒന്ന് സാറിനടുത്ത് പറ, ഇതാരത്തും പറയില്ലേ എന്ന്. എന്നിട്ട് വേണം സാറ് വിചാരിക്കാൻ ഞാനും കൂടെ ഇതിനകത്തുണ്ടെന്ന്. എനിക്ക് വെറുതെ സയൻസ് അമ്മയുടെ നോട്ടപ്പുള്ളി ആവാനൊന്നും വയ്യ. അവർ പണി തരും. എനിക്ക് ബോട്ടണി റെക്കോർഡ് സൈൻ ചെയ്ത് വാങ്ങിക്കാണ്ട് ഞാൻ പോയിട്ട്. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വഴക്ക് ഷെയർ ചെയ്യുന്ന ഒരാളായേ. എനിക്കൊരു ചായയും പോണ്ടേ മാറ്റി തരുമോ? ടെൻഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാ. അല്ലാത്തപ്പോഴും വിശപ്പാ. ഇവിടെ പ്രശ്നമായിട്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ചായ പോണ്ടേ. എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുന്നു? പോവാ, വഴക്ക് വാങ്ങിക്കാം, തിരിച്ചു വരും. വഴക്ക് വാങ്ങിച്ചല്ലോ. അപ്പൊ നമുക്ക് പോവാം. ക്യാൻറ്റീനിലാണ്. ക്യാൻറ്റീനിലല്ല. നീ എന്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് വിഷമമൊന്നുമില്ല. നീ അല്ല അവൻ. നീ എന്തിനാ വിഷമിക്കുന്നേ? ഞങ്ങൾ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമായില്ലേ? ഇല്ല, ആ പെമ്പിളവരെ ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഈ കാലം തെറ്റിയവന്മാരെ കൊണ്ട് തോറ്റ്. നീ ഒറ്റ കൊടുത്തെന്ന് അവരിലാരെങ്കിലും ഒരാൾ പറഞ്ഞ? അല്ല ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ? ഇവന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഇതൊക്കെ ചെയ്യുള്ളൂ. എടാ ഇവന്റെ ഈ പ്രശ്നം വിട്. ഇവൻ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താന്ന് ആലോചിക്കും. ഇനി വേറെ ആരെങ്കിലും കൊണ്ടേ ഈ റെക്കോർഡ് ബുക്ക് എഴുതിക്കൊണ്ട് സാറിന്റെ പോയി ചെന്നാലും സാറിനടുത്ത് ദൂരെ എറിയും. വാ വാ വാ. ഇവന്റെ മട്ട് കണ്ട. നിങ്ങൾ ഒറ്റ കൊടുത്തെന്ന് പറഞ്ഞ മോങ്ങയാണ്. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് എമിലി പറഞ്ഞതിന്റെ വിഷമം. എമിലി എന്തോന്ന് പറഞ്ഞു? കള്ളത്തരത്തിൽ കൂട്ടിവെക്കാൻ പോയാലേ ഇത് ഇതിനപ്പുറം സംഭവിക്കുമെന്ന്. അതും ആ പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്ന് വഴക്കായിട്ട് ഇറങ്ങിയപ്പോ തന്നെ. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എമിലി വിചാരിച്ചിരുന്നെങ്കിൽ ഈ റെക്കോർഡേ ഒറ്റ ദിവസം കൊണ്ട് എഴുതി തീർക്കുമായിരുന്നു. അത്രയ്ക്ക് സ്പീഡ് ആക്കും. പക്ഷെ എനിക്കറിയാം അവൾ എന്താ റെക്കോർഡ് എഴുതാത്തത്. അതൊന്നും അല്ല, അവൾ ഫിസിക്സ് ട്യൂഷന് പോകുന്നതേ സാറിന്റെ വീട്ടിലാണ്. സാറിനാണെങ്കിൽ അവളെ കൈവശം നന്നായിട്ട് അറിയുകയും ചെയ്യും. അതറിയാം. അല്ല, ഇനിയിപ്പോ എങ്ങനെയാ അവന്റെ കാര്യം? ഇവന്റെ കാര്യം ഇനി ഫിസിക്സ് ലാബിന്റെ ഫ്രണ്ടിൽ ട്യൂണിംഗ് ഫോർക്കായിട്ട് കെട്ടിത്തൂക്കും. എന്നിട്ട് പ്രാക്ടിക്കലിൽ സ്റ്റുഡൻസും സാറുമാരും തിരിഞ്ഞു മറിഞ്ഞു അടിച്ചവന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യും. പരീക്ഷണം എന്തെങ്കിലും പറയപ്പോഴാണ് കോമഡി പറയുന്നത്. നീ ധൈര്യമായിട്ടില്ലേ? എന്നാ ഞങ്ങളെ രക്ഷപ്പെടുത്തും. ഫിസിക്സ് പ്രാക്ടിക്കലിന് ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പൊ അവന്മാരെ എന്തോ പണി മനസ്സിൽ കണ്ടു കാണും. അതാണ് ഈ ചിരിച്ചുകൊണ്ട് പോയത്. എന്തൊക്കെന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. എടി ചിലപ്പോ അത് അവന് വല്ലതും ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ചിലപ്പോ അതായിരിക്കാം. അപ്പോഴേ ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറുന്നില്ല, ഒരു മൂടില്ല. ഞാനും. അപ്പൊ പിന്നെ ഞാനെന്തിനാ കയറാൻ? ഞാനും കയറുന്നില്ല. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ഓക്കെ. ഉള്ള സ്ഥലം.